توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ യഥാവിധി പാലിച്ച് സൂക്ഷ്മതാപൂർവ്വം ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖികളായ ദാസന്മാരിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ ഉൾപ്പെടെയുള്ള സർവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും ജന്നാത്തുൽ ഫിർദൗസും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോക ചരിത്രത്തിലെ പ്രസിദ്ധനായ ഒരു ഭരണാധികാരി അദ്ദേഹം തൻ്റെ ഭരണനിർവഹണ രീതി വിശദീകരിക്കുന്നതിന് വേണ്ടി യോഗം വിളിച്ചതാണ്. താൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കളുണ്ട്, ഭരണകൂട പ്രതിനിധികളുണ്ട്. എല്ലാവരെയും വിളിച്ച് ചേർത്തതിന് ശേഷം അയാൾ അവിടെ നിന്ന് ഒരാളോട് ഒരു ജീവനുള്ള കോഴിയെ കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശിച്ചു. അങ്ങനെ അവർ ജീവനുള്ള കോഴി അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തു. തന്റെ സഹപ്രവർത്തകർക്ക്, ആ വിശാലമായ സദസ്സിൽ സമ്മേളിച്ചവർക്ക് ഒരു വലിയ പാഠം നൽകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു അയാൾ. തന്റെ കയ്യിലുള്ള കോഴിയെ അയാൾ മുറുക്കെ പിടിച്ചു. മറുകൈ കൊണ്ട് ആ കോഴിയുടെ തൂവൽ ഓരോന്നോരോന്നായി പറിച്ചെടുത്ത് അയാൾ തന്റെ പണി തുടങ്ങി. ആ പാപം കോഴി അദ്ദേഹത്തിന്റെ കയ്യിൽ കിടന്ന് പിടയ്ക്കുകയാണ്. സർവശക്തിയും ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഉറക്കെ കൂവി നിലവിളിക്കുന്നുണ്ട്, പരമാവധി ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, ആ ക്രൂരനായ ഭരണാധികാരി ആ കോഴിയുടെ എല്ലാ തൂവലും പറിച്ചു കളഞ്ഞു. തൂവലില്ലാത്ത, തികച്ചും നഗ്നമായ, വിധേയപ്പെട്ടു നിൽക്കുന്ന ഒരു കോഴിയാണ് ഇപ്പോൾ ആ രാഷ്ട്രപ്രമുഖരുടെ മുമ്പിൽ ഉള്ളത്. അതിന് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. തൂവലില്ലാതെ നിൽക്കുന്ന ആ കോഴിക്കുഞ്ഞിനെ ആളുകളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ശേഷം ഭരണാധികാരി അവിടെ സമ്മേളിച്ച ആളുകളോട് പറഞ്ഞു, നൗ യു വാച്ച്, ഇനി നിങ്ങൾക്ക് ആ കോഴിയെ നിരീക്ഷിക്കാം. അയാൾ ആ കോഴിയെ നിലത്ത് വെച്ചു. എന്നിട്ട് അല്പം അകലേക്ക് മാറി നിന്നു. അയാളുടെ കയ്യിൽ ഒരു പിടി അരിമണികൾ ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എല്ലാവരും കോഴിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ ഭയന്ന് നിൽക്കുന്ന കോഴി ഈ മനുഷ്യന്റെ അടുത്തേക്ക് തന്നെ നടന്നു വരുന്നു. അത് അതിന്റെ തൂവൽ പറിച്ച വേദനകളൊക്കെയും മറന്നു കളഞ്ഞിരിക്കുന്നു. മറഞ്ഞു കളഞ്ഞു എന്ന് മാത്രമല്ല, വളരെ ക്രൂരമായ വിധത്തിൽ തന്റെ തൂവലുകൾ ഓരോന്നോരോന്നായി പറിച്ചു മാറ്റിയിട്ടുള്ള ആ മനുഷ്യന്റെ അടുത്തേക്ക് ആ കോഴി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അയാൾ തന്റെ കയ്യിലുള്ള അരിമണികൾ നിരത്ത് വിതറി അത് ഓരോന്നായി പെറുക്കിയെടുത്ത് ആ മനുഷ്യൻ എവിടേക്കെല്ലാം നടക്കുന്നു. നടക്കുമ്പോഴൊക്കെയും അദ്ദേഹത്തിന്റെ പിന്നാലെ ആ കോഴി പിന്തുടർന്ന് നടക്കുന്നതായി കാണുന്നു. അന്തപ്പെട്ടിരിക്കുന്ന തന്റെ സഹപ്രവർത്തകരോടായി ആ കോഴിയുടെ തൂവൽ മുഴുവൻ പറിച്ചെടുത്ത ക്രൂരനായ ആ മനുഷ്യൻ പറഞ്ഞു, ദിസ് ഈസ് ദ വേ ടു റൂൾ ദ പീപ്പിൾ. ഇങ്ങനെയാണ് ജനങ്ങളെ ഭരിക്കേണ്ടുന്നത്. Stalin said to his advisors, smiling, people are like chickens. You pluck them and then let them go, then you can control them. സ്റ്റാലിൻ എന്നായിരുന്നു ആ മനുഷ്യന്റെ പേര്. നിങ്ങൾക്ക് മനസ്സിലായോ? സ്റ്റാലിൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ ഉപദേശകരോട് പറഞ്ഞു, ആളുകൾ ചിക്കനുകളെ പോലെയാണ്, കോഴികളെ പോലെയാണ്. നിങ്ങൾ അതിന്റെ തൂവലുകൾ പറിച്ചെടുക്കുക, എന്നിട്ട് അവയെ വിട്ടയക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവയെ നിയന്ത്രിക്കാൻ കഴിയും.
ആ കോഴി എൻ്റെ പിന്നാലെ ഭക്ഷണത്തിന് വേണ്ടി ആ കോഴി നടക്കുന്നത്, ഞാൻ എത്രമാത്രം ക്രൂരമായ രൂപത്തിലാണ് അതിന്റെ തൂവലുകൾ പറിച്ചെടുത്തത്, എന്നിട്ട് പോലും അതെന്നെ പിന്തുടരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അങ്ങനെയാണ് നിങ്ങൾ മനുഷ്യരെ ഭരിക്കേണ്ടത് എന്നാണ് ആ മനുഷ്യൻ രാഷ്ട്ര തന്ത്രപ്രധാനികളായ മനുഷ്യർ മുഴുവൻ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് അയാൾ ഒരു ക്രൂരകൃത്യം കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് ജനങ്ങളെ റൂള് ചെയ്യേണ്ടുന്നത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ചരിത്രമല്ല, ഒരു കഥയല്ല, മറിച്ചത് ചരിത്രത്തിൽ നടന്ന, യാഥാർത്ഥ്യത്തിൽ നടന്നിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ചരിത്രമാണ്. ഒരുപക്ഷെ നമ്മുടെ പൊതുബോധം അനുസരിച്ച് ഈ ക്രൂരകൃത്യം ആരാണ് ചെയ്തത് എന്ന് സമൂഹ മനസ്സിലേക്ക് ഒന്നിട്ട് നോക്കിയാൽ അവർ പറയും, ഇത് പ്രാകൃതനായ 7-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ വന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് ചെയ്തത് എന്ന് പൊതുബോധം പറഞ്ഞു. അല്ലെങ്കിൽ പൊതുബോധം പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാനികളാണ് ഇത് ചെയ്തത് എന്നായിരിക്കും ഒരുപക്ഷെ പറയുക. ഇനി അതല്ല, ഫലസ്തീനിലെ ഹമാസ് തീവ്രവാദികൾ അവരുടെ സൈന്യത്തെ പരിശീലിപ്പിക്കുന്ന രീതിയാണിത് എന്നായിരിക്കും പൊതുബോധം നമ്മളോട് പറഞ്ഞു തരിക. എന്നാൽ നമ്മുടെ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമകാലിക പശ്ചാത്തലത്തിൽ ആളുകൾ ആദരവോടെ കൊണ്ടു നടക്കുന്ന ലോകത്തറിയപ്പെട്ട മഹാവിപ്ലവകാരി എന്ന് വിലയിരുത്തപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ദൈവങ്ങളിൽ പ്രഗത്ഭനായ ജോസഫ് സ്റ്റാലിന്റെ ചരിത്രമാണിത് എന്ന് സ്റ്റാലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാവും. 3 പതിറ്റാണ്ടുകളോളം സോവിയറ്റ് യൂണിയൻ ഭരിച്ച, സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള നാട്ടുരാജ്യങ്ങൾ ഭരിച്ച, അടിച്ചമർത്തലും കൊള്ളയും കൊലയും മാത്രം പതിവാക്കിയ ക്രൂരനായ ജോസഫ് സ്റ്റാലിൻ, ആ മനുഷ്യന്റെ ചരിത്രമാണ് ഈ പറയപ്പെട്ടത്. അയാളെ ഇവിടെ പരാമർശിക്കേണ്ടത് പ്രത്യേക ഒരു പശ്ചാത്തലത്തിൽ മാത്രം. അയാളുടെ ചരിത്രം ഈ മിമ്പറിന്റെ ആദരവിനും ഈ മിമ്പറിന്റെ പവിത്രതയ്ക്കും അപ്പുറത്തേക്ക് അയാളുടെ ചരിത്രം മറ്റൊരു പാഠത്തിന് വേണ്ടി മാത്രം ഇവിടെ ആമുഖമായി പറയപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ ധാരാളമായി ചരിത്ര കഥകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ ഖുർആനിന്റെ ശൈലി അനുസരിച്ച് കഥകളും ചരിത്രങ്ങളും ഉദ്ധരിക്കുമ്പോൾ, ചരിത്രങ്ങൾ വിവരിക്കുമ്പോൾ അവയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ വളരെ അപൂർവം മാത്രമാണ് വിശുദ്ധമായ ഖുർആൻ എടുത്തുദ്ധരിക്കാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 1,00,000-ത്തിലധികം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ട് അവരിൽ കേവലം 25ഓളം പ്രവാചകന്മാരുടെ പേര് മാത്രമാണ് വിശുദ്ധമായ ഖുർആൻ ഉദ്ധരിച്ചത് എന്ന് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ചരിത്രത്തിന്റെ പല സന്ദർഭങ്ങളിലും സാധാരണ ജനങ്ങൾക്ക് മേൽ അധികാരം ഉറപ്പിച്ച് അവരെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച പല പ്രമുഖരുടെയും പേരുകൾ വിശുദ്ധമായ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അന റബ്ബുകുമുൽ അഅല, ഞാനാണ് ഈ രാജ്യത്തിലെ, ഈ ലോകത്തിലെ അത്യുന്നതനായ ദൈവം എന്ന് അവകാശപ്പെട്ട ഫറോവ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്ത് തന്നെ വ്യാജ ആത്മീയ നേതൃത്വം ചമഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിച്ച, സ്വർണം കൊണ്ട് പശുക്കുട്ടിയെ നിർമ്മിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത സാമിരി എന്ന മനുഷ്യൻ ഖുർആനിന്റെ പ്രത്യേകമായ ചർച്ചയ്ക്ക് വിഷയീഭവിച്ചിട്ടുണ്ട്. അതേ കാലത്തിൽ തന്നെ ജീവിച്ച ധനാഢ്യനായ, ധനത്തിന്റെ പേരിൽ അഹങ്കരിച്ച, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് എന്റെ ഇൽമും എന്റെ സാമർഥ്യവും കൊണ്ടാണ് ഞാൻ പണം നേടിയത് എന്ന് വീമ്പ പറഞ്ഞ ഖാറൂൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ നടന്ന് പ്രവാചകന്റെ പുറകെ പകയും വിദ്വേഷവും വെച്ച് പുലർത്തി അവിടുത്തെ പ്രബോധന ദൗത്യങ്ങൾക്ക് മുമ്പിൽ വിഘ്നം സൃഷ്ടിച്ച അബൂലഹബ്, ഇങ്ങനെയുള്ള തമ്മാടികളെ കുറിച്ചും വിശുദ്ധമായ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ വിശുദ്ധമായ ഖുർആൻ ഒരു കഥ പറഞ്ഞു. ആ കഥാപാത്രത്തിന്റെ പേര് പരാമർശിച്ച് അഭിമാനത്തോടുകൂടി, അത്യധികം അഭിമാനത്തോടുകൂടി അദ്ദേഹത്തിന്റെ ചരിത്രം വിവരിച്ച് അദ്ദേഹത്തെ പുകഴ്ത്തി ഒരു രാജാവിനെ നമുക്ക് പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ അദ്ദേഹത്തിന്റെ ചരിത്രം ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. മഹാനായ ദുൽഖർനൈൻ, സാലിഹായ നീതിമാനായ ഭരണാധികാരി ദുൽഖർനൈൻ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ അദ്ദേഹത്തെ കുറിച്ച് ധാരാളമായി പറയുന്നുണ്ട്.
നമ്മളെല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് നമ്മോട് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ചരിത്രമുള്ളത്, ദുൽഖർനൈനിന്റെ ചരിത്രമുള്ളത് സൂറത്തുൽ കഹ്ഫിലാണ് എന്ന തിരിച്ചറിവോടുകൂടി വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ. എന്തുകൊണ്ടായിരിക്കും എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഭരണാധികാരിയുടെ കഥ നിങ്ങൾ ആവർത്തിച്ച് വായിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്? ഒരു ഭരണാധികാരിയുടെ കഥ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ ചരിത്രം പഠിക്കണം എന്ന അർത്ഥത്തിൽ വിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ആ പാരായണത്തിന് പ്രത്യേകമായ പ്രതിഫലം പോലും അല്ലാഹു തആല നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്നിടത്താണ് ആ ചരിത്രത്തിന് പ്രസക്തിയുള്ളത്. ലോകം ഒന്നടങ്കം എല്ലാ കാലത്തേക്കും ഓർത്തു വെക്കേണ്ട നാമം എന്ന നിലയിൽ ആ മഹാനായ രാജാവിന്റെ പേരും പ്രശസ്തിയും വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുകയായിരുന്നു. വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ. അവർ വന്ന് താങ്കളോട് ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കഴിഞ്ഞുപോയ ദുൽഖർനൈനെ കുറിച്ച് ജൂതന്മാർ അവരുടെ ചോദ്യം മുശ്രിക്കുകൾ വഴി താങ്കളുടെ ഉത്തരത്തിൽ തെറ്റുണ്ടാവുന്നതിന് വേണ്ടി ബോധപൂർവം ജൂതന്മാർ ഇത്തരം ഒരു ചോദ്യം ഉന്നയിച്ചേക്കാം. പ്രവാചകരെ, താങ്കൾ അവരോട് പറയണം, സഅത്ലു അലൈക്കും മിൻഹു ദിക്റ. അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ മനോഹരമായി ഞാൻ താങ്കൾക്ക് വിവരിച്ചു നൽകാം. ധാരാളം ആളുകൾ നിരന്തരമായി ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദുൽഖർനൈൻ. പലപ്പോഴും പല ചോദ്യങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. മൻ ദുൽഖർനൈൻ? ആരാണ് ഈ ദുൽഖർനൈൻ? ദുൽഖർനൈൻ ആരാണ് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. നേരെ മറിച്ച് ദുൽഖർനൈൻ, എന്തുകൊണ്ട് ദുൽഖർനൈനെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പ്രശംസിച്ചു എന്ന ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ പ്രസക്തിയുള്ളത്. അദ്ദേഹത്തിന്റെ സവിശേഷതകൾ, ഖുർആൻ അദ്ദേഹത്തിന്റെ ചാർത്തി നൽകിയ ഗുണഗണങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ അതുമാത്രമാണ് പ്രസക്തമായിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ. നാം അദ്ദേഹത്തിന്റെ ഭൂമിയിൽ അധികാരം നൽകി. ഭൂമിയിൽ അധികാരമുള്ള രാജാവായിരുന്നു അദ്ദേഹം. ഒരു വാർഡിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചോ ജനപ്രാതിനിധ്യത്തെ കുറിച്ചോ അല്ല, ഒരു മുനിസിപ്പാലിറ്റിയിലെ ഏതെങ്കിലും ഒരു ഡിവിഷനിലെ അധികാരം മാത്രം ഉണ്ടായിരുന്ന ആളല്ല. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി, ഭൂമിയുടെ രാജാധികാരം നൽകപ്പെട്ട ദുൽഖർനൈൻ. വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ. ഖുർആൻ പറയുന്നത്, എല്ലാം കീഴടക്കിയ വേണ്ടതൊക്കെയും ലഭിച്ച രാജാവായിരുന്നു ദുൽഖർനൈൻ. പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ ചെന്നെത്തിയ ഒരു മനുഷ്യൻ. ഖർനൈൻ എന്ന് പറഞ്ഞാൽ ബൈന ഖർനൈ ശംസ് എന്ന അറബികൾ സാധാരണ പറയാറുണ്ട്. സൂര്യൻ ഉദിക്കുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്ന ഇടങ്ങൾക്ക് അറബിയിൽ ഖർന് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ പടിഞ്ഞാറ് നിന്ന് കിഴക്കേ അറ്റം വരെ ഉടമപ്പെടുത്തിയ ലോകം ഒന്നടങ്കം കീഴടക്കിയ ഭരണാധികാരിയായിരുന്നു ദുൽഖർനൈൻ എന്ന് അദ്ദേഹത്തിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കിഴക്കിന്റെ അങ്ങേയറ്റം മുതൽ പടിഞ്ഞാറിന്റെ ഇങ്ങേയറ്റം വരെ കീഴടക്കിയ ദുൽഖർനൈൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി രാജ്യം മുഴുവനല്ല, ഭൂമി മുഴുവൻ അടക്കി ഭരിക്കാൻ ഭാഗ്യം ലഭിച്ച ദുൽഖർനൈനിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി, അദ്ദേഹം അഹങ്കാരിയായിരുന്നില്ല, അദ്ദേഹം അക്രമിയായിരുന്നില്ല എന്നതാണ്. മനുഷ്യനൊരു സ്വഭാവമുണ്ട്, അധികാരം കിട്ടിയാൽ, സമ്പത്ത് കിട്ടിയാൽ അവൻ അക്രമിയായിരിക്കും. അധികാരത്തിന് മുമ്പ് നമ്മുടെ വീടകങ്ങളിൽ അവർ നിരങ്ങി നടക്കും, അവർ നമ്മളെ ചിരിച്ചു കാണിക്കും. ചിരിക്കാത്ത മനുഷ്യർ അവരുടെ മുഖത്ത് മന്ദസ്മിതം വെച്ച് പിടിപ്പിക്കും. പക്ഷെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കല്ലാ ഇന്നൽ ഇൻസാന ലയതഗാ അർറആഹു ഇസ്തഗ്ന, മനുഷ്യൻ അക്രമിയായി തീരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴാണെന്ന് അറിയുമോ? അർറആഹു ഇസ്തഗ്ന, അവന്റെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ, അവന് ധനാധികാരം കിട്ടിയാൽ, അവന് അധികാരത്തിന്റെ സകല സാധ്യതകളും അവന്റെ മുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ, അവൻ ധന്യനാണ് എന്ന് തോന്നുമ്പോൾ അവൻ അക്രമിയായി മാറുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്റെ കൂടെ ക്യാഷ് ഉണ്ട് എന്ന് തോന്നുമ്പോൾ, എന്റെ കൂടെ ആളുകളുണ്ട് എന്ന് തോന്നുമ്പോൾ, ജനങ്ങളെ അടിച്ചമർത്താനും അവരുടെ അവകാശങ്ങൾ കൈക്കലക്കാനും സ്ഥാനമാനങ്ങൾ ഉപയോഗപ്പെടുത്തി അനർഹമായ സമ്പാദ്യമുണ്ടാക്കാനും മനുഷ്യൻ ശ്രമിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്നാൽ ദുൽഖർനൈൻ സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഭരണമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. ഒരാളെയും അദ്ദേഹം ദ്രോഹിച്ചില്ല. അങ്ങനെ ദുൽഖർനൈനിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പിന്നീട് വിശദീകരിക്കുന്നത് അദ്ദേഹം നടത്തുന്ന 3 യാത്രകളാണ്. ഞാൻ പറയട്ടെ, ഒരു ഇലക്ഷനെ നേരിടുന്ന
ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി, ഒരു ജനപ്രതിനിധി ഈ 3 യാത്രകൾ നടത്താൻ തയ്യാറായിട്ടുണ്ടോ എന്നത് വളരെ ഹൃദ്യമായി സൂറത്തുൽ കഹ്ഫ് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ദുൽഖർനൈൻ നടത്തുന്ന 3 യാത്രകൾ, 3 റൗണ്ടിങ്ങുകൾ, 3 ജനസമ്പർക്ക പരിപാടികൾ അദ്ദേഹം നടത്തുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുന്നത് ആ യാത്രകളെ കുറിച്ചാണ്. ദുൽഖർനൈനയുടെ ജന്മസ്ഥലത്തെ കുറിച്ച്, ഏത് കാലത്ത് ജീവിച്ചിരുന്നു എന്നതിനെ കുറിച്ച്, ദുൽഖർനൈൻ ആര് എന്നുള്ളതല്ല പ്രസക്തി, മറിച്ച് ദുൽഖർനൈൻ എങ്ങനെ സൂറത്തുൽ കഹ്ഫിൽ പ്രശംസിക്കപ്പെട്ടു എന്നതിനാണ് പ്രസക്തി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ തുടർച്ചയായ 3 യാത്രകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 3 പ്രദേശത്തേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രകൾ, അദ്ദേഹത്തിന്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയോളം പരന്നു കിടക്കുന്ന അത്രയും വിശാലമായ ആധിപത്യ മേഖലയുണ്ടായിരുന്ന അദ്ദേഹം എങ്ങനെ ജേതാവായി എന്ന് മുഫസ്സിരിങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം പടിഞ്ഞാറിലേക്ക് ആദ്യം സഞ്ചരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്ന ഇടം, ആ ഇടത്തേക്ക് അക്രമകാരികൾ ഭരണം നടത്തുന്ന ഇടത്തേക്കാണ് അദ്ദേഹം ആദ്യം എത്തിച്ചേരുന്നത്. അദ്ദേഹം അവിടെ നോക്കുന്ന സമയത്ത് കുറെ അക്രമികളായ മനുഷ്യർ ഒരു നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദുൽഖർനൈൻ കാണുന്നത്. അവരുടെ തോന്നിവാസങ്ങളും അക്രമങ്ങളും കൊണ്ട് മടുത്ത ഒരു സമൂഹത്തെയാണ്, അരക്ഷിതരായ ഒരു സമൂഹത്തെയാണ് ദുൽഖർനൈൻ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറഞ്ഞു, ഈ അക്രമികളായ ജനതയെ മുമ്പിൽ വെച്ചുകൊണ്ട് താങ്കൾക്ക് 2 നിലപാടുകൾ സ്വീകരിക്കാം. നിനക്ക് വേണമെങ്കിൽ അവരെ ശിക്ഷിക്കാം, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കാം. അക്രമികളായ ഒരു സമൂഹത്തെ, തോന്നിവാസികളായ ഒരു സമൂഹത്തെ ഭരിക്കാനുള്ള സാധ്യത താങ്കളുടെ മുമ്പിൽ വരുമ്പോൾ 2 ഓപ്ഷനുകൾ താങ്കൾ ഒരു ജേതാവ് എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് സ്വീകരിക്കാം. ഭൂമിയിലെ ഏറ്റവും വലിയ അക്രമികളായ ഒരു സമൂഹമാണവർ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി ആ സമൂഹത്തെ ഇല്ലാതാക്കി കളയാനുള്ള ഒരവസരമുണ്ട് എന്ന് തീരുമാനിച്ചപ്പോ അദ്ദേഹം അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. ആ മനുഷ്യരിൽ ആരാണോ അക്രമികളായ ആളുകളുള്ളത്, തോന്നിവാസികളായ ആളുകളുള്ളത്, ജനങ്ങളെ പൊട്ടം കളിപ്പിക്കുന്ന ജനപ്രതിനിധികൾ ആരാണുള്ളത്, ആരാണോ എവിടെയാണോ കുഴപ്പങ്ങളുടെ അടിവേര് നിൽക്കുന്നത്, അവരെ നാം ശിക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം തീരുമാനമെടുക്കുന്നു. ഖാല അമ്മാ മൻ ളലമ ഫസൗഫ നുഅദ്ദിബുഹു സുമ്മ യുറദ്ദു ഇലാ റബ്ബിഹി ഫയുഅദ്ദിബുഹു അദാബൻ നുക്ര. പ്രജകളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനമാണ് പ്രിയപ്പെട്ടവർ ഇവിടെ തിരിച്ചറിയേണ്ടുന്നത്. ആരെങ്കിലും ജനങ്ങൾക്കിടയിൽ അക്രമം കാണിച്ചാൽ, എതിർ പാർട്ടിക്കാരനാണെങ്കിൽ കൂടുതൽ ആവേശവും, സ്വന്തം പാർട്ടിക്കാരനാണെങ്കിൽ അത് അമർത്തി വെക്കാനുള്ള വല്ലാത്ത തൊലിക്കട്ടിയുമുള്ള ജനപ്രതിനിധികളുള്ള കാലത്ത് പ്രജകളോടുള്ള ഒരു നേതാവിന്റെ കൃത്യമായ സമീപനത്തെ മഹാനായ ദുൽഖർനൈൻ രാജാവ് അള്ളാഹുവിൽ നിന്ന് അനുമതി സ്വീകരിച്ചുകൊണ്ട് നിലപാടെടുക്കുകയാണ്. ഒരു നല്ല നേതൃത്വത്തെ കിട്ടിയാൽ, നല്ല രീതിയിൽ സഞ്ചരിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന നല്ല ഒരു സംവിധാനമുണ്ടായാൽ ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം സാധ്യമാണല്ലോ എന്ന് ചിന്തിച്ച മനുഷ്യരെ കുറിച്ചും അദ്ദേഹത്തിന്റെ നിലപാട് ഖുർആൻ പറയുന്നുണ്ട്. വഅമ്മാ മൻ ആമന വഅമില സാലിഹൻ ഫലഹു ജസാഅനിൽ ഹുസ്ന വസനഖൂലു ലഹു മിൻ അംരിനാ യുസ്റ. ജനങ്ങളിൽ നന്മ ചെയ്യുന്ന ആളുകൾ, അവരെ നാം സ്വീകരിച്ച് ആദരിക്കും, അവർക്ക് നല്ല സമ്മാനം നാം നൽകും, നല്ലൊരു ജീവിതമാണ് നാം അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വസനഖൂലു ലഹു മിൻ അംരിനാ യുസ്റ. എളുപ്പമുള്ള ഒരു ജീവിതം അവർക്ക് പ്രദാനം ചെയ്യും. ഒരു ഭരണാധികാരിക്കുണ്ടാവേണ്ട, ഒരു രാഷ്ട്രീയ പ്രവർത്തകനുണ്ടാവേണ്ട ഒന്നാമത്തെ ഗുണം ദുൽഖർനൈൻ പഠിപ്പിക്കുന്നത് വെള്ളിയാഴ്ച പാരായണം ചെയ്യേണ്ടുന്ന, യാന്ത്രികമായി പാരായണം ചെയ്യേണ്ടുന്ന ഒരു സൂറയല്ല സൂറത്തുൽ കഹ്ഫ്, ദുഹാസൂക്തങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നീതിബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുൽഖർനൈൻ കാണിച്ച നീതിബോധമാണ്. ആരാണോ അക്രമം ചെയ്തത് അവന്റെ അക്രമം അവസാനിപ്പിക്കാനുള്ള നടപടി ആദ്യം സ്വീകരിക്കുക. ആരാണോ അക്രമത്തിന് ഇരയായി നിൽക്കുന്നത്, മർദ്ദിക്കപ്പെടുന്നത്, ആക്രമിക്കപ്പെടുന്നത്, അവർ സമൂഹത്തിൽ നിന്നും പിന്നോക്കം പോയ മനുഷ്യർ, അവർക്ക് കൂടുതൽ എളുപ്പമുള്ള പണി ദുൽഖർനൈൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നീതി നഷ്ടപ്പെട്ടു പോയി, അവസാനിച്ചു പോയി എന്നതാണ് പലയിടത്തും കാണുന്ന പ്രശ്നം. ഭരണകൂടങ്ങൾ അധികാരത്തിലേക്ക് വരുന്നു, അത്തരം വലിയ നേതാക്കന്മാർ അധികാരത്തിലേക്ക് വരുന്നു, പക്ഷേ അവർക്ക് വേണ്ടപ്പെട്ടവർ അക്രമികളാണെങ്കിൽ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടും, അവർക്ക് വേണ്ടപ്പെട്ടവരല്ലെങ്കിൽ അതിന്റെ പിന്നാലെ കൂടി അവരെ ശിക്ഷിക്കുന്ന നിലപാടുമാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. ഇത് അനീതിയാണ്. ഈ അനീതിയുടെ രാഷ്ട്രീയമല്ല, അനീതിയുടെ ജനപ്രാതിനിധ്യമല്ല, അനീതിയുടെ ഭരണകൂട സംവിധാനമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, സാക്ഷാൽ ദുൽഖർനൈൻ മുന്നോട്ട് വെച്ച സംവിധാനം.
നിങ്ങൾ അധ്വാനിക്കേണ്ടുന്നത് പാവപ്പെട്ട മനുഷ്യർക്ക് മേൽ കൂടുതൽ ഭാരങ്ങൾ ചുമത്താൻ വേണ്ടിയല്ല, അവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ജയിപ്പിച്ചു വിടുന്നത്. അവരോട് ഔദാര്യം കാണിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ആളുകൾ വോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധ്യമാകേണ്ടുന്നത് അത്തരം നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്യാനാണ്. പലപ്പോഴും അക്രമപരമായ ഒരു വ്യവസ്ഥയ്ക്ക് കീഴിൽ ഏറ്റവും എളുപ്പമുള്ളത്, ഏറ്റവും നല്ല പണികൾ ചെയ്യാൻ കഴിയുന്നത്, അക്രമം സുസാധ്യമാകുന്നത് അക്രമികളായ സമൂഹത്തിനാണ്. ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന സംവിധാനങ്ങൾക്ക് അതിന്റെ കീഴിൽ കുറെ അക്രമികളെ വളർത്തപ്പെടും. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ദുൽഖർനൈൻ എന്ന നേതാവിനെ നിങ്ങൾ കണ്ടുപഠിക്കണം. ഒരു സമൂഹം അരക്ഷിതരായിരിക്കുമ്പോൾ, അക്രമികളായ ഒരു സമൂഹം ഇപ്പുറത്തുള്ളപ്പോൾ, നിങ്ങൾ അവിടെ നിലപാട് സ്വീകരിക്കുന്ന വിഷയത്തിൽ സൂറത്തുൽ കഹ്ഫിലെ ദുൽഖർനൈനെ നിങ്ങൾ കണ്ടുപഠിക്കണം എന്നതാണ്. അധികാരം ലഭിച്ചാൽ ജനങ്ങളോട് പ്രതികാരം ചെയ്യുന്ന ആളുകളുണ്ട്, തന്റെ പാർട്ടിയിൽ പെടാത്തവരെ കേസിൽ കൊടുക്കുന്ന ആളുകളുണ്ട്, അവർക്കെതിരിൽ ദുരാരോപണം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. ഭരണകാലത്തെ പ്രതികാരകാലമായി ഉപയോഗപ്പെടുത്തി ജനങ്ങളുടെ 5 വർഷത്തെയും നശിപ്പിച്ചു കളയുന്ന ആളുകളുണ്ട്. അവർ ദുൽഖർനൈനെ കണ്ടുപഠിക്കണം എന്നതാണ് ഖുർആന്റെ ഭാഷ്യം. ലോകം മുഴുവൻ കീഴടക്കിയിട്ടും പകയും വിദ്വേഷവും പ്രതികാരവും കാത്തു സൂക്ഷിക്കാതെ നീതി നടപ്പിലാക്കിയ മനുഷ്യൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, അദ്ദേഹം വീണ്ടും അടുത്ത ജനസമ്പർക്ക പരിപാടിക്ക് വേണ്ടി യാത്ര തുടരുകയാണ്. അദ്ദേഹം വീണ്ടും യാത്രയ്ക്ക് പോകുന്നു. അദ്ദേഹം വീണ്ടും യാത്ര ചെയ്യുന്നത് സൂര്യൻ ഉദിച്ചു വരുന്ന പ്രദേശത്തേക്കാണ്. അദ്ദേഹത്തിന്റെ ആ ചൈത്രയാത്ര, അദ്ദേഹത്തിന്റെ പടയോട്ടം. അങ്ങനെ അദ്ദേഹം കിഴക്കിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് അവിടെ കാണുന്നത് ചില മനുഷ്യരെയാണ്. ആ മനുഷ്യർ വസ്ത്രം ധരിക്കാനില്ലാത്ത വിവസ്ത്രരായ ആളുകൾ, വീടില്ലാത്ത മനുഷ്യർ, പാർപ്പിടരഹിതരായിട്ടുള്ള മനുഷ്യരെയാണ് അദ്ദേഹത്തിന് ഇവിടെ കാണാൻ കഴിയുന്നത്. മനുഷ്യർക്ക് രാത്രി ഉറങ്ങാൻ കഴിയും, ആ മനുഷ്യർക്ക് രാത്രി ഉറങ്ങാൻ കഴിയും. പക്ഷേ രാവിലെ ഉണരുന്നതിന് മുമ്പ് അവരുടെ നഗ്നത മറയ്ക്കാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത, ഒരു മറയുമില്ലാത്ത, വസ്ത്രമില്ലാത്ത പാവപ്പെട്ട മനുഷ്യരിലേക്കാണ് ദുൽഖർനൈൻ എത്തിച്ചേരുന്നത്. വിശുദ്ധമായ ഖുർആൻ പിന്നീട് ആ സംഭവങ്ങളെ വാചാലമായി വിശദീകരിക്കുക അല്ല ചെയ്യുന്നത്. എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം എന്നാണ് വിശുദ്ധമായ ഖുർആൻ ദുൽഖർനൈൻ എന്ന ആത്മാർത്ഥതയുള്ള ജനപ്രതിനിധിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അദ്ദേഹം പൂർത്തീകരിച്ചു കൊടുത്തു. ആ മനുഷ്യരെ പതുക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹം ഒരു പദ്ധതി നടപ്പിലാക്കി, ഒരു പ്രൊജക്ട് നടപ്പിലാക്കി എന്ന് മുഫസ്സിറുകൾ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഉടുക്കാനില്ലാത്ത മനുഷ്യൻ, വീടില്ലാത്ത ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നതായിരുന്നു, വികസനം കൊണ്ടുവരിക എന്നതായിരുന്നു ദുൽഖർനൈനിയുടെ 2ാമത്തെ യാത്രയിൽ സംഭവിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അത്തരം മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം യാത്രകൾ കാണാൻ ചെന്ന ഒരു വോട്ട് പിടിക്കാൻ ചെന്ന ഒരു സഹോദരൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ ടാർപ്പായ കെട്ടി, മഴവെള്ളം വീഴാതെ ടാർപ്പായ കെട്ടി, അങ്ങനെ നമ്മൾ വെള്ളം വീഴാതെ സംരക്ഷിക്കുന്നത് പോലെ ടാർപ്പായയ്ക്ക് കീഴിൽ താമസിക്കുന്ന എത്രയോ മനുഷ്യരെ ഞങ്ങൾ കണ്ടു. നമ്മുടെയൊക്കെ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ അത്ര പോലും വലിപ്പമില്ലാത്ത മനുഷ്യരെ ഈ വാർഡുകളിൽ കണ്ടു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വോട്ട് ചോദിക്കാൻ പോയ ഒരു സഹോദരൻ പറഞ്ഞ ഒരു അനുഭവമുണ്ട്. നമ്മൾ ആസാമിലേക്കും നമ്മുടെ ബീഹാറിലേക്കും പോകേണ്ട നമ്മുടെ പ്രദേശത്ത് പോലും അങ്ങനെ കുടിൽ കെട്ടി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ദുൽഖർനൈൻ ആ മനുഷ്യരെ കണ്ടു എന്നത് മാത്രമല്ല, ഇവിടെ കാഴ്ചകളാണ് നടന്നത്, ചിരിച്ചു കാണിക്കലാണ് നടന്നത്. അദ്ദേഹം കണ്ടു എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി ഒരു പദ്ധതി അദ്ദേഹം ഉണ്ടാക്കി. ഇതൊരു ഭരണാധികാരിയുടെ, ജനകീയനായ നേതാവിന്റെ സവിശേഷതയാണ്. ആ മനുഷ്യൻ ആ നാട്ടിലെ മണ്ണിനോട് പറ്റു നിൽക്കുന്ന മനുഷ്യരെ ആ മണ്ണിൽ നിന്ന് ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഒരേപോലെ തുല്യരാക്കാൻ വേണ്ടി പ്രാപ്തനാക്കുന്ന നേതാവായിരിക്കണം ദുൽഖർനൈൻ എന്നത് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. മനുഷ്യരുടെ വളർച്ച മാത്രമല്ല, അവരുടെ നാടിന്റെ വളർച്ചയും അവരുടെ പ്രദേശത്തിന്റെ പുരോഗതിക്കും വിശുദ്ധമായ ഖുർആൻ, പ്രിയപ്പെട്ടവരെ, എന്നോടും നിങ്ങളോടും മാതൃകയായി പറയുന്നത്, ചരിത്രം ആവർത്തിച്ച് പറയണമെന്ന് നമ്മളോട് പഠിപ്പിച്ചത്, സൂറത്തുൽ കഹ്ഫിൽ അത്തരമൊരു ചരിത്രത്തെ ചേർത്ത് വെച്ചത്, വെള്ളിയാഴ്ച തുടർച്ചയായി അത് പാരായണം ചെയ്യുകയും ഈ ആവർത്തിത സൂക്തങ്ങൾ നിങ്ങളുടെ മനോമുഖരങ്ങളെ തട്ടിക്കുണർത്തണമെന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ഖുർആൻ പറയുന്നത് അദ്ദേഹത്തിന്റെ സമ്പർക്ക പരിപാടി തീർന്നില്ല. വീണ്ടും അദ്ദേഹം യാത്ര തിരിക്കുകയാണ്. ദുൽഖർനൈനിന്റെ 3ാമത്തെ യാത്ര. വിശുദ്ധമായ ഖുർആൻ അതേക്കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിന്റെ യാത്ര എത്തിച്ചേരുന്നത്
ദുൽഖർനൈൻ തന്റെ ചൈത്രയാത്ര തുടരുന്നു. 2 പർവ്വതങ്ങൾക്കിടയിലെ ഒരു ഗ്രാമപ്രദേശത്ത് അദ്ദേഹം എത്തി. വജദ മിൻ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗല. വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു ജനവിഭാഗം. സാധാരണ മലപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ദുർബലരും ദരിദ്രരുമായിട്ടുള്ള ആളുകളായിരിക്കും. അതുപോലൊരു വിഭാഗത്തെയാണ് അദ്ദേഹം കണ്ടത്. ഖുർആൻ അവരെ കുറിച്ച് വിശേഷിപ്പിച്ച ആ പ്രയോഗം തന്നെ എത്രമാത്രം അത്ഭുതകരമായ പ്രയോഗമാണ് എന്ന് ആലങ്കാരികമായി ഖുർആൻ പറഞ്ഞതല്ല, വസ്തുനിഷ്ഠമായി ദുൽഖർനൈൻ അദ്ദേഹം കണ്ട ഒരു പച്ച പരമയാഥാർത്ഥ്യത്തെ വിശുദ്ധമായ ഖുർആൻ തുറന്നു കാട്ടുന്നത് അതിമനോഹരമായ പദപ്രയോഗത്തിൽ. ലാ യകാദൂന യഫ്ഖഹൂന ഖൗല. ആധുനികതയുടെ ഒരു ഭാഷയും ഒരു ഠേമും അറിയാത്ത മനുഷ്യർ. സാധാരണ അവർ അഭിമുഖീകരിച്ചിരുന്ന ഒരു പ്രശ്നം, സാധാരണ ദുർബലരായ ജനവിഭാഗം എന്ത് പ്രശ്നമാണോ അഭിമുഖീകരിക്കുന്നത്, അതേ പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഒരു സമൂഹം, വികസനം പോലും എത്താത്ത ഒരു സ്ഥലം, ഭാഷ പോലും അറിയാത്ത മനുഷ്യരിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ഈ പ്രയോഗം ശ്രദ്ധേയമാണ്. പലപ്പോഴും നമുക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യർ, ഒരു വിഭാഗം ആളുകൾ, നമ്മളൊക്കെ സംസാരിക്കുന്ന, നമ്മളൊക്കെ പറ്റിച്ച് വോട്ട് മേടിക്കുന്ന മനുഷ്യർ, നേരാമണ്ണമെന്ന് ഫോറം പോലും പൂരിപ്പിക്കാൻ കഴിയാത്ത മനുഷ്യർ, ഓഫീസിന്റെ സാങ്കേതികമായ ഔദ്യോഗിക ഭാഷകളൊന്നും വശമില്ലാത്ത മനുഷ്യർ, അവരെ പറ്റിച്ചിട്ടാണ് ഈ വോട്ട് നേടുന്നത്. ഇന്നും പ്രസക്തമായ ഒരു പ്രയോഗം വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് വായിക്കാൻ കഴിയണം. അവർ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് പേരിട്ട് വിളിക്കാം ആദിവാസികളെന്ന്, കാട്ടുജാതികളെന്നൊക്കെ നമ്മൾ പുച്ഛത്തോടുകൂടി വിളിക്കുന്ന മനുഷ്യരെ, ആ മനുഷ്യരിലേക്കാണ് ദുൽഖർനൈൻ ചെല്ലുന്നത്. അവർക്ക് ഭാഷ അറിയില്ല, അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഭാഷയില്ല, ബോഡി ലാംഗ്വേജ് ഇല്ല. നമ്മുടെ സംസ്കാരം പോലത്തെ സംസ്കാരമല്ല ആ മനുഷ്യരുടേത്. ഒരു മനുഷ്യന്റെ പൂർണ്ണത പോലും കൈവരിക്കാത്ത മനുഷ്യരിലേക്ക് അദ്ദേഹം ചെന്നിട്ട് അവരോട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ആ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളുടെ കൃഷിയിടങ്ങളും ഞങ്ങളുടെ വീടും കുടുംബവുമായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ന വിഭാഗം ഇവിടെ വന്ന് നാശമുണ്ടാക്കുന്നു, ഞങ്ങളുടെ കൃഷികൾ കൊള്ളയടിക്കുന്നു, ഞങ്ങളുടെ ധാന്യങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു, ഞങ്ങളുടെ ഭൂമിയിൽ നാശമുണ്ടാക്കുന്ന മനുഷ്യർ. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ധാന്യപ്പുരയിൽ ശേഖരിച്ചു വെച്ച നെല്ലും പതിരും താങ്കൾക്ക് ടാക്സായി നൽകിക്കൊണ്ട് താങ്കൾ ഈ ഉപകാരം ഒന്ന് ചെയ്യണം. ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ ജനപ്രതിനിധികളാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? കക്കാൻ പറ്റുന്നത് മുഴുവൻ കക്കുകയും അവസാനം അടിച്ചു മാറ്റാൻ പറ്റുന്നത് മുഴുവൻ അടിച്ചു മാറ്റുകയും, ജനങ്ങൾക്ക് അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മേൽപ്പൊടി പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണിക്കുകയും ചെയ്യുന്ന ഭരണാധികാരി. യഅ്ജൂജിന്റെ പീഡനങ്ങളിൽ പൊറുതിമുട്ടി തങ്ങളുടെ നെല്ലറകളുള്ള നെല്ലും പതിരും മുഴുവൻ സമർപ്പിക്കുന്ന ദുൽഖർനൈനിന്റെ മുമ്പിൽ അവർ ഇത്തരം ഒരു വർത്തമാനം പറയുമ്പോൾ ദുൽഖർനൈൻ പറയുന്ന മറുപടി വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. യഅ്ജൂജിന്റെ കാലത്ത് രംഗപ്രവേശനം ചെയ്യേണ്ടവരാണ് ദുൽഖർനൈനുകൾ എന്ന ചരിത്രപാഠം പ്രിയപ്പെട്ടവരെ നമ്മൾ യഥാർത്ഥത്തിൽ ബോധ്യപ്പെടേണ്ടതുണ്ട്. ആവലാതി പറയുന്നിടത്ത്, ആവലാതി കേൾക്കാൻ ചെന്ന ഒരു മനുഷ്യനോട്, ആദിവാസികളായ ഒരു സമൂഹത്തോട്, ഭാഷയറിയാത്ത ഒരു മനുഷ്യനോട് അദ്ദേഹം ഇടപെടുന്നത് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നെല്ലും പതിരും ടാക്സായി നൽകാമെന്ന് പറഞ്ഞ ആ മനുഷ്യരോട് ദുൽഖർനൈൻ പറഞ്ഞ വർത്തമാനം, قال ما مكنني فيه ربي خير فاعينوني بقوة أجعل بينكم وبينهم ردما. നിങ്ങളുടെ ഈ കയ്യിലുള്ള ചെറിയ തൊട്ടുകളല്ല, അതിനേക്കാൾ എനിക്ക് എന്റെ റബ്ബ് നൽകിയിട്ടുണ്ട്. ഇതൊരു ഭരണാധികാരിയുടെ ചിന്തയാണ്. മനുഷ്യരുടെ പൈസ കയ്യിലേക്ക് എങ്ങനെ എടുക്കാം എന്നതിനെ കുറിച്ചല്ല, എങ്ങനെ പൊതുഖജനാവിന്റെ പൈസയിൽ കൈയിട്ട് വരാമെന്നതിനെ കുറിച്ചല്ല. എന്റെ ഖജനാവുകൾ എന്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് റബ്ബ് എനിക്ക് പൈസ തന്നിട്ടുള്ളത് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ജനസമ്പർക്ക പരിപാടിയുമായി വന്നത് എന്ന് ദുൽഖർനൈൻ പറയുന്നത് എത്ര ആത്മാർത്ഥമായിട്ടാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. സുരക്ഷ എന്ന് പറയുന്നത് എല്ലാവരും പള്ളിയുടെ വെള്ളിയാഴ്ച തോറുമുള്ള കണക്ഷനിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ കൂടുതൽ ചെലവഴിക്കാനുള്ള നല്ല സൗഭാഗ്യം നമുക്ക് എവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുരക്ഷ എന്ന് പറയുന്നത് ഒരു ബാഹ്യശക്തി വെളിയിൽ നിന്ന് വന്ന് അകത്തേക്ക് കയറി ആക്രമിക്കുന്നത് മാത്രമല്ല, അകത്തുള്ള ശക്തികൾ സ്വന്തം സംസ്കാരത്തെയും സ്വന്തം മുനിസിപ്പാലിറ്റിയെയും സ്വന്തം ജീവിതത്തെയും നശിപ്പിക്കുമ്പോൾ ആ ഭരണകൂടത്തിന് ഒരു ബാധ്യതയുണ്ട്, ചെറിയ ഒരു സംഘത്തെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളത്. വികസനം എത്താത്ത സ്ഥലത്ത് അവർക്കുള്ള പരിപൂർണ പരിരക്ഷ ഉറപ്പുവരുത്താൻ നേതാക്കന്മാർക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന പാഠമാണ്. സാമ്പത്തികമായി ഒരു കൂട്ടം തകർന്നു പോകുമ്പോൾ
അവരെ സാമ്പത്തികമായി സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട്. സാംസ്കാരികമായ ഒരു സമൂഹം മൂല്യച്ചൊല്ലിയിലേക്ക് പോകുമ്പോൾ ആ സമൂഹത്തിന് ആവശ്യമായ മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ ഭരണ സംവിധാനത്തിന് ബാധ്യതയുണ്ട്. ദുൽഖർനൈൻ എന്ന ഭരണാധികാരി അദ്ദേഹം അവരുടെ മുമ്പിൽ ഒരു ഉപാധികളും വെക്കാതെ, സാമ്പത്തികമായി ഉപാധി വെക്കാതെ, നെൽമണികളുടെ ഉപാധി പോലും വെക്കാതെ അദ്ദേഹം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ തുടർന്ന ചരിത്രം പറയുന്നത് അതിമനോഹരമായിട്ടാണ്. അദ്ദേഹം ഒരു പാലം നിർമ്മിക്കുന്നുണ്ട്. നമ്മുടെ ഭരണാധികാരി നിർമ്മിക്കുന്ന കമ്പിയില്ലാത്ത പാലമല്ല, അദ്ദേഹം കൃത്യമായി ഇരുമ്പിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കടലാസ് പാലമല്ല അദ്ദേഹം നിയമിക്കുന്നത്. ആതൂനി സുബറൽ ഹദീദ്, നിങ്ങൾ എനിക്ക് ഇരുമ്പിന്റെ കഷ്ണങ്ങൾ കൊണ്ടുവരൂ. വലിയ ഇരുമ്പിന്റെ കഷ്ണങ്ങൾ കൊണ്ടുവന്ന് 2 മലയിടുക്കുകളിൽ ചേർത്ത് വെച്ച് അതിലേക്ക് ഈയമൊരുക്കിക്കൊണ്ട് അദ്ദേഹം ഒരു വലിയ തടയിണയിൽ നിന്ന് ആ മർദ്ദിക്കപ്പെട്ട സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പണിയുന്നതിനെ കുറിച്ച് സൂറത്തുൽ കഹ്ഫ് വിശദമായി നമ്മോട് പറയുന്നുണ്ട്. ആ വൻമതിൽ മറികടന്ന് അവർക്ക് പിടിച്ചു കടക്കുവാനോ അത് തുരങ്കമുണ്ടാക്കുവാനോ അവർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ചരിത്രം അവസാനിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മഹാനേട്ടമായിട്ട് പോലും അദ്ദേഹം അതിനെ കാണുന്നില്ല. ഒരു ചെറിയ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയാൽ ബസ് സ്റ്റോപ്പിനേക്കാൾ വലിയ ഫ്ലക്സ് ഉണ്ടാക്കുകയും, ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയാൽ ബസ് സ്റ്റാൻഡിനേക്കാൾ ഭീമാകരമായ ഫ്ലക്സുകൾ മുമ്പിൽ ഉയർത്തുകയും ചെയ്യുന്ന ഒരു മഹാനേട്ടത്തിന്റെ അല്പത്തരം അദ്ദേഹം കാണിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഒരു ഫ്ലക്സും ഇവിടെ വെക്കേണ്ടതില്ല. ഇതെന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹമാണ്, കാരുണ്യമാണ്. പടച്ചവന്റെ തീരുമാനം വന്നാൽ നശ്വരമായ ഈ ദുനിയാവിലെ വികസനങ്ങളൊക്കെയും തകർന്നു പോകും. എന്റെ രക്ഷിതാവിന്റെ വാഗ്ദത്തം സത്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അതിന്റെ മേന്മയെ സ്വന്തത്തോട് ചേർക്കാതെ റബ്ബിലേക്ക് അർപ്പിക്കുന്ന ദുൽഖർനൈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഅ്ജൂജ് മഅ്ജൂജുകൾ ദുൽഖർനൈനിയുടെ കാലത്തെ മാത്രം പ്രതിഭാസമല്ല. ദുൽഖർനൈനിയുടെ കാലത്ത് മാത്രം പ്രതിഭാസമല്ല യഅ്ജൂജ് മഅ്ജൂജുകൾ. ഖിയാമത്തിന്റെ അലാമത്തായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ പറയുന്ന ഒരു യഅ്ജൂജ് മഅ്ജൂജിന്റെ പ്രതിഭാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർ, കുറുക്കന്റെ കണ്ണുകളുള്ളവർ, ചെന്നായകളുടെ തെറ്റുകളുള്ളവർ, പന്നികളുടെ വൃത്തികേടുകൾ കാണിക്കുന്നവർ. അതാണ് നമ്മൾ ഫലസ്തീനിൽ കണ്ടത്. അതാണ് നമ്മൾ സംഘപരിവാറുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. യഅ്ജൂജ് മഅ്ജൂജുകളാണ്. യുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരാണ്. യുഹ്ലികുൽ ഹർഫ വൻ നസ്ൽ, കൃഷിയും മനുഷ്യരെയും കൊന്നൊടുക്കുന്നവരാണ്, കൃഷിയെ നശിപ്പിക്കുന്നവരാണ്. യഅ്ജൂജ് മഅ്ജൂജുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഖുർആൻ പറഞ്ഞത് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. ഹദബ് എന്നാൽ ഉയർന്ന ഇടങ്ങളിൽ നിന്നാണ്. ഉയർന്ന മനുഷ്യർ, ഉയർന്ന ഇടങ്ങളിൽ നിൽക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപരിചിതരായിട്ടുള്ള ആളുകളല്ലവർ. വിവരവും വിദ്യാഭ്യാസവുമുള്ള മനുഷ്യർ, സമൂഹത്തിൽ വലിയ തറവാടിത്തമുണ്ട് എന്ന് അഹങ്കരിക്കുന്നവർ, മറ്റെല്ലാവരെക്കാളും ഞങ്ങൾ വ്യത്യസ്തരാണ് എന്ന് പറയുന്ന ചില പ്രത്യേക ആളുകൾ, അത്തരം ആളുകൾ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇനിയും വന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഅ്ജൂജ് മഅ്ജൂജുകളാകുന്ന ഭരണാധികാരികളെ പ്രതിരോധിക്കാൻ ദുൽഖർനൈനിമാരുടെ ആവശ്യമുണ്ട് എന്നതാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടിന് അതിന്റെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഭരണാധികാരികളെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.